മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ഇന്നലെ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടുണ്ടായിരുന്നു. ഹൈറിച്ചിനെ പറ്റിയിട്ടാണ്. ഹൈറിച്ച് നടത്തിയ തട്ടിപ്പുകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിന് താഴെ പ്രബുദ്ധ മലയാളികളെ കളിയാക്കിക്കൊണ്ട് മലയാളികളുടെ ഈ തട്ടിപ്പിൽ പോയി വീഴുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ എനിക്ക് വന്നിട്ടുള്ള ഒരു റീപ്ലൈ കമൻ്റാണ്. ഒരു സൂരജ് അർമുഖനാണ് ആ കമൻ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സൂരജ് അർമുഖൻ ആരാണെന്നുള്ളത് ഒന്ന് നമുക്ക് ആദ്യം പരിചയപ്പെട്ടു വരാം, എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അല്ല, ഹോസ്റ്റൽ ആൾക്കാരെ ബാക്കിയുള്ളവരെ മ്യൂട്ട് ചെയ്താൽ മതി. ഹോസ്റ്റൽ ആൾക്കാരെ മാത്രം ഇതാക്കിയാൽ മതി. ബാക്കിയുള്ളവരെ മ്യൂട്ട് കൊടുത്താൽ ഓൾ മ്യൂട്ട് കൊടുക്കും. വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എനിക്ക് കൂടുതൽ പറയാനുള്ള ആവശ്യം വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് മുതൽ ഈ കേസ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇപ്പൊ വരെ. അപ്പൊ അയാളുടെ കമന്റാണ്, ഞാനിട്ട കമന്റിന് മറുപടി ആയിട്ടാണ് അയാൾ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിന്റെ പുറത്തിരുന്ന് വാട്സപ്പിൽ യൂട്യൂബിൽ കുരുക്കാനാണ്, കുരക്കാനല്ല, കുരുക്കാൻ നിൽക്കാതെ നേരിട്ട് സംസാരിക്കാൻ ചങ്കൂറ്റമുണ്ടോ? ഞാൻ എൻ്റെ പേര് പറയാം, സ്ഥലം പറയാൻ വരാൻ ധൈര്യം ഉണ്ടോ എന്നാണ്. മലയാള ഭാഷയെ കൊല വിളിച്ചിട്ടാണ് അങ്ങേര് കമൻ്റ് ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞ മരപ്പാഴുകളിൽപ്പെട്ട വർഗ്ഗങ്ങളാണ്. ഒരു വിവരവും വെള്ളിയും വെള്ളിയാഴ്ച ഇല്ലാതെ ഇങ്ങനെ എല്ലാ കമൻറ്റ് ബോക്സുകളിലും വന്ന് മെഴുകലാണ് പണി. അപ്പോൾ സൂരജെ, ഈ കേരളത്തിൽ നടക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ കേരളത്തിൽ വന്ന് തമ്പടിക്കണമെന്നുണ്ടോ? അതെവിടുത്തെ നിയമ? ഇവിടെ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ നാനാഭാഗങ്ങളിലും എത്തിപ്പെട്ടവനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ നാടിൽ നടക്കുന്ന ഒരു തെറ്റിനെ ചോദ്യം ചെയ്യാൻ, അതിനെതിരെ സംസാരിക്കാൻ, നമ്മുടെ പ്രതികരണം അറിയിക്കാൻ നമ്മൾ കേരളത്തിൽ വന്നിരിക്കണോ? താൻ ഏത് കോത്തായത്തുകാരനാണ് ചങ്ങാതി? താനൊക്കെ ഹൈറിച്ചോളിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ താൻ പേരും അഡ്രസ്സൊക്കെ ഇവിടെ പറയാം. ധൈര്യം എന്നാണെന്നുണ്ടെങ്കിൽ നാ മറിച്ചിട്ട ധായാണ്. ഓക്കെ, നാ മറിച്ചിട്ടാൽ ഒരു ധാ ഇല്ലേ, അതിനാണ് ധൈര്യം എന്നുള്ള വാക്കിന് ആ ധായാണ് വരിക. ഓക്കെ, സ്കൂളിൽ പോകണം. അപ്പം ഇനി ആ ധൈര്യമാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഞാൻ മുഖം കാണിച്ചിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത്? എൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇത്രയും പണിയുണ്ടോ? ഞാൻ കേരളത്തിന് ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത്? കേരളത്തിൽ അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്ന കമ്പനിയെ പറ്റിയിട്ടല്ലേ സംസാരിക്കുന്നത്? അപ്പോൾ ധൈര്യത്തോടെയല്ലേ സംസാരിക്കുന്നത്? പിന്നെ തന്നെയൊക്കെ ഇതിൻ്റെ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ചോദിച്ചപ്പോൾ താൻ എന്താ പറഞ്ഞേ? ഞാൻ ബസ്സിലാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന്. ജസ്റ്റ് ഐറിച്ചിൻ്റെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചിട്ട് പോലും പറയാൻ പറ്റാത്ത താനാണോ ഈ നേരിൽ കൊണ്ടിട്ട് കൊണത്താൻ നിൽക്കുന്നത്? തനിക്കൊക്കെ ചങ്ങാതി വല്ല പണി നോക്കിക്കൂടെ? പോയിട്ട് വല്ല പണി എടുത്തുവിടറോ ഈ ആളുകളെ പറ്റിച്ചിട്ട് ഇങ്ങനെ മെഴുകി നടക്കാൻ? താനൊക്കെ ചോണയുള്ളവനാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിയിട്ട് വാ. ഹൈറിച്ച് ജെനുവിൻ കമ്പനിയാണ്, ഒരു മണി ചെയിനും നടത്തിയിട്ടില്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ അനുമതിയും ഈ ഹൈറിച്ചിനുണ്ട് എന്നും പറഞ്ഞിട്ട് കോടതിയിലെ വിധി വാങ്ങി വാടോ, എന്നിട്ട് സംസാരിക്കുക. മനസ്സിലായോ? കമൻറ്റ് ബോക്സുകളിൽ വിദേശത്തിരുന്നു കുരക്കുന്നു, അവിടെ ഇരുന്ന് കുരുക്കുന്നു. എവിടെയാണെങ്കിലും കുരക്കാടോ, സംസാരിക്കാം. കേരളത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ തന്നോട് ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. താനൊക്കെ ചോണയുള്ളവനാണെന്നുണ്ടെങ്കിൽ കോടതിയിലെ ലെറ്റർ വാങ്ങി വാ, ഓർഡർ വാങ്ങിയിട്ട് വാ, എന്നിട്ടത് പ്രവർത്തിച്ച് കാണിച്ച്. ഐറിച്ച് മണി ചെയിൻ ഇവിടെ നിന്ന് പ്രവർത്തിച്ച് കാണിക്കുക താനൊക്കെ. കേട്ടോ? സൂരജ് അർമുഖൻ.